മരുന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ എല്ലാവർക്കും അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളൊക്കെ ആയിരിക്കുന്നിടത്ത് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഞാനിന്ന് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. 11-ാം അധ്യായത്തിൽ നിന്ന്. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്ക് അത് കിട്ടും. ഒരു ഓഹരിയെ 7 ആയിട്ടോ 8 ആയിട്ടോ വിഭാഗിച്ചു കൊള്ളുക. ഭൂമിയിൽ എന്ത് അനർത്ഥം സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ലയോ? ഭൂമിക്ക് എന്ത് സംഭവിക്കും എടുക്കുന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. അത് അറിയാവുന്ന ഒരാളുണ്ട്, നമ്മുടെ ദൈവം. മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നതിന് ഭൂമിയിൽ പെയ്യും. വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണെടുത്ത് തന്നെ കിടക്കും. ഒരു വൃക്ഷം നമ്മൾ നട്ടു വളർത്തി അതിനെ നമ്മൾ വെട്ടിയിടുമ്പോൾ അതിപ്പോൾ വെട്ടുന്നവർക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് അവർ വെട്ടിയിടും. പക്ഷെങ്കിൽ അല്ലാതെ വൃക്ഷം അറിഞ്ഞു വീഴുന്ന വൃക്ഷം എങ്ങോട്ട് വേണേലും പടർന്ന് വീഴാം. എന്താ, കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യയില്ല. കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. ഉണ്ടോ? സകലവും ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ അറിയുന്നില്ല. നമ്മളിങ്ങനെ ജീവിച്ചു പോവുക. നമുക്കൊരു ഭവനം ഉണ്ട്, ആ ഭവനത്തിൽ നമ്മൾ ജീവിച്ചു പോകുന്നു. നമ്മളൊരു ദേശത്ത് പാർക്കും, നമുക്കൊന്നും അറിയത്തില്ല. പക്ഷേ നമ്മളെക്കുറിച്ച്, നമ്മുടെ പാർക്കും ദേശത്തെക്കുറിച്ച് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളുണ്ട്, നമ്മുടെ ദൈവം. അതാണ്, രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്തെ നിൻ്റെ കൈ ഇളച്ചിരിക്കരുത്. അതോ ഏത് സ്ഥലമാകും എന്ന് രണ്ടും ഒരുപോലെ നന്നായിരിക്കുമ്പോൾ എന്ന് നീ അറിയുന്നില്ലല്ലോ. അപ്പം നമ്മൾ ഏത് സ്ഥലത്ത് താമസിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ ദൈവം. ഈ വെളിച്ച മനോഹരവും സൂര്യനെ കാണുന്ന കണ്ണിന് ഇമ്പവുമാകുന്നു. അപ്പം രാവിലെയൊക്കെ നമ്മൾ എണീറ്റ് വരുമ്പോൾ സൂര്യനെ കുതിച്ച് വരുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. വെളിച്ചമാണ്. മനുഷ്യൻ ബഹുകാലം ജീവിച്ചിരിക്കുന്നെങ്കിൽ അവൻ അതിലൊക്കെ സന്തോഷിക്കട്ടെ. അപ്പം വാർദ്ധക്യം ദൈവത്തെ വിളിക്കണം എന്നുള്ളതാണ്. അത് വാർദ്ധക്യമായോ ഇനി എന്നാ ദൈവത്തെ വിളിക്കാനാന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ മരണം വരെയും നമ്മൾ ദൈവത്തെ വിളിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. ഈ യൗവനവും വാർദ്ധക്യവും ഒക്കെ തരുന്ന ആരാ? ശൈശവവും ഒക്കെ തരുന്ന ആരാ? ആ ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുക. എങ്കിൽ അന്ധകാരകാലം ദീർഘകാലമായിരിക്കും എന്ന് അവൻ ഓർത്തു കൊള്ളട്ടെ. വരുന്നതൊക്കെ മായയത്ര. അപ്പം സഭാപ്രസംഗിക്കകത്ത് എല്ലാം ഇങ്ങനെ മായ 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 എന്ന് പറഞ്ഞ ആളാണ് ഈ സഭാപ്രസംഗി. കണ്ടോ, യൗവനക്കാര, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക. യൗവനകാലത്ത് നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴികൾ നിനക്ക് ബോധിച്ചവണ്ണം നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും. യൗവനകാലത്ത് ഇങ്ങനെ കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. ഇത് സഭാപ്രസംഗത്തിൽ കൂടെ നമുക്ക് ബോധിപ്പിച്ചു തരുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ യൗവനക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കണം. സന്തോഷത്തോട് വേണം ജീവിക്കണം. നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കണം. കർത്താവിൻ്റെ വചനം വായിക്കണം, കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ സന്നിധി കടന്നു പോകണം, കർത്താവിനെക്കുറിച്ച് അനേകരോട് പറയണം. ഇതൊക്കെ ചെയ്യുന്ന കേട്ട് സന്തോഷിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ കർത്താവ്. ഇതെല്ലാം വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരോട് കൂടിയാണ്? ക്രിസ്തുവിനോട് കൂടിയാണ്. നിങ്ങൾക്ക് മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു കൊച്ചു പൈതലിനെ നിങ്ങൾക്ക് നൽകി തരുമ്പോൾ അതിനെ ചെറുപ്പം മുതലേ നല്ല രീതിയിൽ വളർത്തണം. ആത്മീയതയിലും ഭൗതികതയിലും അത് കുഞ്ഞിലേ മുതൽ വളർത്തണം. ആ വളർത്തിക്കൊണ്ട് വരുന്ന കുഞ്ഞുങ്ങൾ നിങ്ങൾക്കും അനുഗ്രഹമായിരിക്കും, മറ്റു പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായിരിക്കും. അത് വലിയൊരു അനുഗ്രഹമായി തീരുകയാണ് ചെയ്യുന്നത്. ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനാക്കറ്റണം. ഉണ്ടോ? നമ്മൾ കർത്താവിൽ സന്തോഷിക്കേണ്ട. എന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ വ്യസനങ്ങൾ, നമ്മളൊരു പ്രയാസം വന്നാൽ അതേക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുക, അത് മനസ്സിൽ നിന്ന് മാറ്റിയതിന് ശേഷം പിന്നെ അടുത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുക എന്നുള്ളതാണ്. നിൻ്റെ ദേഹത്തിന് തിന്മ നീക്കിക്കളുക. ബാല്യ യൗവനവുമായി കണ്ടോ, ശൈശവം, ബാല്യം, കൗമാരം, ഇതെല്ലാം മാറിപ്പോയി. പിന്നെ അവസാനം നമുക്കൊരു ആയുസ് ദൈവം വെച്ചിട്ടുണ്ട്. അതുവരെ നമ്മൾ ഈ ലോകത്തിൽ കാണുള്ളൂ. അത് എത്രയാണെന്നുള്ള ദൈവത്തിന് മാത്രം. ജനിച്ച ഉടനെ മരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, യൗവനപ്രായത്തിൽ മരിക്കുന്നവരുണ്ട്, ശൈശവത്തിൽ മരിക്കുന്നവരുണ്ട്, കൗമാരകത്തിൽ, മധ്യപ്രായത്തിൽ, അതുപോലെ വാർദ്ധക്യകാലം. ഇതൊക്കെ ദൈവം വെച്ചിരിക്കുന്ന ടൈമാണ്. ആ ടൈമിനെ മാറ്റിമറിക്കുവാനായിട്ട് ആർക്കും സാധിക്കത്തില്ല. ഈ കുഞ്ഞുങ്ങളൊക്കെ സഭാപ്രസംഗി പുസ്തകം വായിക്കണം. ഇത് 12 അധ്യായമുണ്ട്.
ഈ 12 അധ്യായം നിങ്ങൾ പലപ്പോഴായിട്ട് ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. അതേപോലെ ഇതുകൊണ്ട് സഭാപ്രസംഗി ഇത് അദ്ദേഹം യെരൂശലേമിലെ രാജാവായ ദാവീദിൻ്റെ മകനായ സഭാപ്രസംഗി കണ്ടോ. ഇത് ദാവീദിൻ്റെ മകനാണ് സഭാപ്രസംഗി. ഞാനിങ്ങനെ നോക്കി ഒരു വായിക്കുമ്പോൾ ഇതിൽ എത്ര അധ്യായമുണ്ട്, ഇത് ആരെക്കുറിച്ചാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും ഡിസ്കസ് ചെയ്തല്ല ഞങ്ങൾ പഠിക്കുന്നത് പോലെ നമുക്ക് ബൈബിള് നല്ലതായിട്ട് ഡിസ്കസ് ചെയ്ത് പഠിച്ച് നോക്കിക്കത് നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കും. നിങ്ങളെല്ലാം ആയിരിക്കുന്നിടത്തെല്ലാം കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലസ് യു.